ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നടത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 20 29 ശ്ലോകങ്ങൾ വരെയാണ് വിശദീകരിച്ചത്. ഇന്ന് നമുക്ക് തുടർന്ന് കേൾക്കാം. സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാഹമസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ചതുർത്ഥ സ്കന്ധം 20 അധ്യായം ശ്ലോകം 30. അധ്യായം 20 ശ്ലോകം 30. മന്യേ ഗിരം തേ ജഗതം വിമോഹിനിം വരം വൃണീഷ്വേതി ഭജന്തമർത്ഥയത് വാചാനുതന്ത്യായതി തേ ജനോഫിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതം. ഭഗവാനെ ലഭിച്ച സ്തുതിയുടെ അവസാനത്തിൽ ഭഗവാൻ ഇഷ്ടമുള്ള വരൻ ഭരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാണ്. മന്യേ വിചാരിക്കുന്നു, ഗിരം തേ അങ്ങയുടെ വാക്കുകൾ, ജഗതാം വിമോഹിനി ലോകത്തെ മോഹിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമുള്ള വരം വരിച്ചോളൂ എന്ന് പറഞ്ഞത് ഞങ്ങളെപ്പോലെയുള്ള ലോകത്തിലുള്ള സാധാരണ ജനങ്ങളെ മോഹിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണക്കാരെ വരം വരിച്ചോളൂ എന്ന് വെച്ചാൽ ഓടിച്ചെന്ന് ഇഷ്ടമുള്ള വരങ്ങളൊക്കെ ചോദിച്ചു വാങ്ങി. ഈ വാങ്ങുന്നവരൊക്കെ എവിടെയുള്ളതേ ഉള്ളൂ? ഈ ലോകത്തുള്ളതേ ഉള്ളൂ, അല്ലാത്തൊന്നുമില്ലല്ലോ. ഇതെല്ലാം അനുഭവിച്ചും കണ്ടും കേട്ടും അടുത്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അത് തന്നെയാണ് വരിക്കുക. ഇനി ആരെങ്കിലും ചെയ്യുമോ? ഞങ്ങളെ മോഹിപ്പിക്കല്ലേ വാസ്തവത്തിൽ ഇഷ്ടമുള്ള വരം വരിച്ചോളൂ എന്ന് പറയുന്നത്. വരം വ്രണീഷ്വേതി, വരം വരിച്ചോളൂ എന്ന് ഭജന്തം ആദ്ധയത്, ഭജിക്കുന്നവനായ എന്നോട് ആദ്ധ എന്ന് പറഞ്ഞു എന്നർത്ഥം. യത് ആദ്ധ, യാതെന്നാണോ പറഞ്ഞത്. വരം വ്രണീഷ്വ ഇതി ഭജന്തം മാം യത് ആദ്ധ, ഇഷ്ടമുള്ള വരം വരിച്ചോളൂ എന്ന് ഭജിക്കുന്നവനായ എന്നോട് അങ്ങ് യാതൊരു വാക്കുകളാണോ പറഞ്ഞത്. തേ ഗിരം, അങ്ങയുടെ വാക്കിനെ, ജഗതാം വിമോഹിനി ലോകത്തെ മോഹിപ്പിക്കാൻ ഞാൻ ധരിക്കുന്നു. എന്താ കാരണം? വാചാനുതന്ത്യാം യതി തേ ജനോഫിത കഥം പുനഃ കർമ്മ കരോതി മോഹിതം. വാച അനുതന്ത്യ, വാക്കാകുന്ന അനുതന്തി കൊണ്ട്, വാക്കാകുന്ന കയറുകൊണ്ട്, യതി തേ ജനോ അഫിത, ജനങ്ങൾ വാക്കാകുന്ന കയറുകൊണ്ട് അഫിത ബന്ധിക്കപ്പെട്ടില്ലെങ്കിൽ, ഫിതഹ ബന്ധിക്കപ്പെട്ടവൻ, അഫിതഹ ബന്ധിക്കപ്പെട്ടില്ലെങ്കിൽ, വാചാനുതന്ത്യ യതി തേ ജനോ അഫിത, അങ്ങയുടെ ജനങ്ങൾ അങ്ങയുടെ വാക്കുകളാൽ ബന്ധിക്കപ്പെട്ടില്ലെങ്കിൽ, കഥം പുനഃ കർമ്മ കരോതി മോഹിത, മോഹിതരായിട്ട് കഥം കർമ്മ കരോതി, എങ്ങനെ കർമ്മം ചെയ്യും? വേദസ്വരൂപമാണ് അങ്ങയുടെ വാക്കുകൾ, ഭഗവാന്റെ വാക്കുകൾ. ആ വാക്കുകള് ഒരു തരത്തിൽ കയറാണ്. കാരണം എന്താണ്? നമ്മെ ബന്ധിപ്പിക്കുന്നതാണ്. അങ്ങയെ ഭജിച്ചതിന്റെ ഫലം ഈ വരം വരിക്കാൻ എന്നോട് ചോദിച്ചത് വീണ്ടും വീണ്ടും എന്നെ മോഹിപ്പിക്കാൻ വേണ്ടിയല്ലേ, എന്നെ കെട്ടാൻ വേണ്ടിയല്ലേ ചോദിച്ചത്. ആ വിധം എന്നെ മോഹിപ്പിക്കരുത്. കാരണം
വേദങ്ങളൊക്കെ എപ്പോഴും പറയും സ്വർഗകാമോ യജേത, പുത്രകാമോ യജേത. സ്വർഗം കാമിക്കുന്നവൻ യജ്ഞം ചെയ്യൂ, പുത്രന്മാരെ കാമിക്കുന്നവൻ പുത്രകാമേഷ്ടി ചെയ്യൂ എന്നിങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഓരോരോ കർമ്മങ്ങൾ ഫലശ്രുതിയോടെ വേദം വിധിക്കുന്നുണ്ട്. അത് കേട്ടാൽ കർമ്മഠന്മാരായ സാധാരണ ജനങ്ങൾ അതിൻ്റെ പുറകെ ഓടിപ്പോകും. ഭാഗവതവും രാമായണവും ഒക്കെ വായിക്കുമ്പോഴും നമ്മുടെ ഗതി ഇതാണ്. വായിച്ചറിയേണ്ട കാര്യമല്ല അറിയേണ്ടത്, അതിൻ്റെ ഫലശ്രുതിയാണ് നമുക്കറിയേണ്ടത്. അതുകൊണ്ട് എന്തു ഫലം കിട്ടും എന്നാണ് അറിയേണ്ടത്. അതറിഞ്ഞെങ്കിലേ വായിക്കൂ എന്നർത്ഥം. അപ്പം ഇത് ഈ ഫലത്തിന് വേണ്ടിയുള്ള ഈ വായന അല്ലെങ്കിൽ ഈ കർമ്മം വീണ്ടും നമ്മളെ സംസാരത്തിലേക്ക് ബന്ധിപ്പിക്കാനുള്ളൊരു കയറാണ്. അങ്ങ് വരം ഭരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നെ വീണ്ടും സംസാരത്തിലേക്ക് ബന്ധിപ്പിക്കാനാണ്. ആ കയർ കൊണ്ട് കെട്ടാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള എന്നെ വീണ്ടും ഈ കർമ്മത്തിലേക്ക് മോഹിപ്പിക്കുകയാണോ അങ്ങ് ചെയ്യുക. അതുകൊണ്ട് അങ്ങ് വരം വരിച്ചു ഒരു വരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തു വരം ഞാൻ ചോദിച്ചാലും അത് ഈ സംസാരലോക ജീവിതത്തിൽ ഉള്ളതാണ്, അതെന്നെ അതിനോട് ബന്ധിപ്പിക്കും. പുത്രകാമോ യജേത എന്ന് വേദം വിധിച്ചു. പുത്രനെ കാമിക്കുന്നത് യജ്ഞം ചെയ്തു, പുത്രനെ കിട്ടി, അത് ഒരു ബന്ധനമായി. പിന്നെ ആ പുത്രന്റെ കാര്യങ്ങളിലൂടെ ബന്ധിച്ച് നാമജപവും ഈശ്വര വിചാരവും ഒക്കെ അപ്പുറത്തേക്കും. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ അങ്ങയുടെ വാക്കായ വേദവാക്കുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും സംസാരത്തിലേക്ക് ബന്ധനം കിട്ടുകയുള്ളൂ. അത്തരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന് രണ്ട് കാണ്ഡം വേദങ്ങൾക്കുണ്ട്. അതിലെ കർമ്മകാന്ഡം സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ജ്ഞാനകാന്ഡം ഉത്കൃഷ്ടരായ അതിൻ്റെ മുകളിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലം ആഗ്രഹിക്കാതെ ജ്ഞാനത്തിലേക്ക് കയറാനുള്ള ഒരു ചവിട്ടുപടിയാണ് കർമ്മം. അതിൽ കിടന്ന് ബന്ധിക്കാനുള്ളതല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാക്കാൻ തന്നെയാണ് ഈ പൃഥു ഭഗവാനോട് ഇങ്ങനെ പറയാൻ കാരണം. നമ്മളും ഇങ്ങനെ ഓരോരോ കർമ്മം ചവിട്ടുപടികളായിട്ട് ചെയ്ത് അതിൽ തന്നെ നിൽക്കും, മുകളിലോട്ട് കയറില്ല. വീണ്ടും കർമ്മം ചെയ്യും, ഫലം കിട്ടും. ആ ഫലം ഇവിടെ തന്നെ ഉള്ളതാണ്, അതനുഭവിക്കും, വീണ്ടും കർമ്മം ചെയ്യും. ഇതൊരു ബന്ധനമാണ്. അപ്പൊ അങ്ങയുടെ വേദവാക്കുകളാകുന്ന ഈ കയറ് വാസ്തവത്തിൽ ഞങ്ങളെ ഇവിടെ ബന്ധിക്കാനുള്ളതല്ലേ? സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തിയല്ലേ ഞങ്ങളല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വരവും ആഗ്രഹിക്കുന്നില്ല, ഞാൻ ചോദിക്കുകയില്ല, എനിക്ക് തരികയും വേണ്ട. ഒരു വരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇഷ്ടമുള്ള വരം വരിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ഇതാണ് പൃഥുവിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഇത് കണ്ടറിയണം, ഇത് പഠിച്ച് അനുവർത്തിച്ചു പോകണം. അപ്പോഴേ നമുക്കും ഇങ്ങനെയുള്ള വരങ്ങൾക്ക് വേണ്ടി ചോദിക്കാതിരിക്കാൻ പറ്റുള്ളൂ. വരം ചോദിച്ച എത്രയോ കഥാപാത്രങ്ങൾ നമുക്കറിയാം. രാവണനുണ്ട്. എന്ത് വരങ്ങളാണ് അവിടെ ബ്രഹ്മാവിനോടൊക്കെ ചോദിച്ചത്? ആ വരമൊക്കെ കിട്ടിയിട്ട് എന്തായി? കിട്ടിയിട്ട് പിന്നെയും ഭൗതിക ലോക ജീവിതത്തിൽ ബന്ധിച്ച് കർമ്മഠന്മാരായിട്ട് കഴിഞ്ഞുകൂടി. അതുകൊണ്ട് ലക്ഷ്യം അതല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തലാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. മന്യേ ഗിരം തേ ജഗദം വിമോഹിനിം വരം പ്രണീഷ്വേര് ഭജന്തമർത്ഥയത് വാചാനുതന്ത്യ യതി തേ ജനോഫിത കഥം പുനഃ കർമ്മ കരോതി മോഹിതം. ഭജന്തം മാം വരം പ്രണീഷ്വ യത് ആത്ഥ തേ ഗിരം ജഗതാം വിമോഹിനീം മന്യേ തേ വാചാ തന്ത്യ ജനഃ യദി ജനഃ അഫിതഃ യദി മോഹിതഃ കർമ്മ കഥം കരോതി. മന്യേ ഗിരം തേ ജഗതാം വിമോഹിനിം വരം പ്രണീഷ്വേതി ഭജന്തമർത്ഥയത് വാചാനുതന്ത്യ യതി തേ ജനോഫിത കഥം പുനഃ കർമ്മ കരോതി മോഹിതം. മന്യേ ഗിരം തേ ജഗദം വിമോഹിനിം വരം പ്രണീഷ്വേതി ഭജന്തമർത്ഥയത്
വാചാനുനന്ദ്യ യതി തേ ജനോഫിത കഥം പുനഃ കർമ്മ കരോതി മോഹിതം. കഴിഞ്ഞ ക്ലാസ്സിലെ അന്വയവും അർത്ഥമോ ശരിക്ക് കിട്ടിയില്ല എന്നിങ്ങനെ ആരോ പറഞ്ഞിരുന്നു. അത് ഒന്നുകൂടെ ആവർത്തിച്ചെടുത്താലും തരക്കേട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ ക്ലാസ്സിലെ ആദ്യം മുതൽ വേണോ അതോ സംശയമുള്ള ഭാഗം മതിയോ? 23 കഴിഞ്ഞ ക്ലാസ്സിലെടുത്തേ. അത് 23 മുതലാന്ന് തോന്നുന്നു, മുതൽ 30, 29 വരെയാന്ന് തോന്നുന്നു. എനിക്കൊന്ന് പറഞ്ഞേക്കാം. 23 ശ്ലോകത്തിൽ പുറകോട്ട് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ശരിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ പറയാൻ പറ്റിയില്ലെന്നോ പറഞ്ഞില്ലോ നോക്കരുത്. ഇതിങ്ങനെ മുമ്പ് സൂചിപ്പിച്ചായിരുന്നു. അതുകൊണ്ടത് ഒന്നുകൂടി പറയാം. അന്വയവും അന്വയാർത്ഥവും സാരവും ഒന്ന് സൂചിപ്പിച്ച് വേഗം പോവാം. 23 ശ്ലോകത്തിലേക്ക് പോവാണ് പുറകോട്ട്. പൃഥുരുവാച വരാൻ വിഭോ തദ്വരദേശ്വരാദ്ബുധ കഥം വ്രണീതേ ഗുണവിക്രിയാത്മനാം ഏ നാരകാണാമപി സന്തി ദേഹിനാം താനീശ കൈവല്യപതേ വൃണേന ചാം. ഹേ വിഭോ എന്ന് സംബോധനയാണ്. കൈവല്യപതേ ഈശ 3 സംബോധനയാണ്. ഹേ വിഭോ കൈവല്യപതേ ഈശ ഗുണവിക്രിയാത്മനാം, ഗുണങ്ങൾ കൊണ്ട് മാറ്റം സംഭവിച്ച മനസ്സോട് കൂടിയവരും. ഗുണവിക്രിയാത്മനാം അന്വയം അനുസരിച്ച് ഞാൻ പറഞ്ഞു പോന്നേ ഉള്ളൂ, അന്വയം എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഹേ വിഭോ കൈവല്യപതേ ഈശ ഗുണവിക്രിയാത്മനാം നാരകാണാം അപി, ഗുണങ്ങൾ കൊണ്ട് മാറ്റം സംഭവിക്കുന്ന നരകതുല്യമായ ജീവിക്കുന്നവർ. നാരകാണാം എന്ന് വെച്ചാൽ നരകത്തിൽ വസിക്കുന്നവരല്ല, നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ എന്നേ ഉള്ളൂ. അവർക്ക് പോലും ദേഹിനാം അങ്ങനെയുള്ള മനുഷ്യർക്ക് യാതൊരു സുഖസമൃദ്ധികളോ ഐശ്വര്യമാണോ ഉണ്ടാകുന്നത് താനീ നാഥവ്രണേ, അത് ഞാൻ വരിക്കുന്നില്ല, എനിക്കതല്ല വേണ്ടത്. പിന്നെന്താണ്? വരദേശ്വരാത് ത്വത് ബുധ വരാൻ കഥം വൃണീതേ, വരദേശ്വരനായ അങ്ങയിൽ നിന്ന് അറിവുള്ളവർ ഏതു എങ്ങനെയാണ് വരങ്ങളെ വരിക്കുന്നത്? അറിവുള്ളവർ ഭൗതികമായ ഒരു വരവും വരിക്കില്ല. അങ്ങനെയുള്ളവർക്കത് പറ്റില്ല. അങ്ങയിൽ നിന്നും വരിക്കാൻ പറ്റിയ വരങ്ങൾ പുത്രന്മാര്, നല്ല ഭാര്യ, ധനം, സമ്പത്ത്, നല്ല വീട്, ഐശ്വര്യം, ഇങ്ങനെ ഇഷ്ടം പോലെ ലിസ്റ്റ് നമ്മളിലുണ്ട്. അതിലേത് വരം വേണമെങ്കിൽ വരിക്കാം. പക്ഷേ അറിവുള്ളവർ ഇത് ചോദിച്ചു വാങ്ങില്ല. കാരണം അത് വളരെ നിസ്സാരമാണ്. എന്നു മാത്രമല്ല, വിഷയസുഖം അനുഭവിക്കുന്നവർക്ക് ഇത് മാത്രമേ വരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ലക്ഷ്യം വിഷയസുഖമല്ല, അതിനെ കടന്ന് അപ്പുറത്ത് പോകാനാണ്. ഈ വരങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിലുള്ള നരകതുല്യമായ യാതന അനുഭവിക്കുന്നവർക്കും ജന്തുക്കൾക്കും സമാനമാണ്. മൈഥുനം ചെയ്യുക, സന്താനത്തെ ഉത്പാദിപ്പിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, സുഖമായി ജീവിക്കാൻ പറ്റുക, ഇതൊക്കെ ഇവിടെയുള്ള എത്രയോ ജന്തുക്കൾക്ക് കിട്ടുന്നതാണ്. അതൊക്കെയല്ലേ പിന്നെയും വരമായിട്ട് ചോദിച്ചു വാങ്ങുക. അതുകൊണ്ട് അങ്ങനെയുള്ള വരങ്ങളൊന്നും അങ്ങയിൽ നിന്നും വാങ്ങാൻ അറിവുള്ളവരായവർ ആഗ്രഹിക്കുന്നില്ല. ഞാനും അതിനെ ആഗ്രഹിക്കുന്നില്ല എന്ന് സാരം. വരാൻ വിഭോ തദ്വരദേശ്വരാദ്ബുധ കഥം വ്രണീരേ ഗുണവിക്രിയാത്മനാം
ഏ നാരകാണാമപി ഫന്തി ദേഹിനാം താനീശ കൈവല്യപദേ വൃണേന ചാം ന കാമയേ നാഥ തദപ്യഹം ക്വചൻ ന യത്ര യുഷ്മച്ചരണംബുജാഭവാം മഹത്തമാന്തർഹൃദയാന്മുഖച്യുതോ വിധൽസ്വകർണായുതമേഷ മേ വരാം. ഹേ നാഥ തദപി ക്വചിത് അപി ന കാമയെ, അങ്ങനെയുള്ളത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. തദപി ക്വചിതപി ന കാമയെ, അങ്ങനെയുള്ള ഒരു വരത്തെ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര മഹത്തമ അന്തർഹൃദയാത് മുഖച്യുതഃ യുഷ്മച്ചരണാംബുജാസവഃ ന, എവിടെയാണോ മഹാത്മാക്കളുടെ ഹൃദയഭാഗത്തിൽ നിന്നും അവരുടെ വായിൽ കൂടി ഒഴുകിയെത്തുന്ന അങ്ങയുടെ പാതാരവിന്ദമാകുന്ന മകരന്തരഫം ഇല്ലെങ്കിൽ കർണായുധം മേ വിധൽസ്വ, എനിക്ക് ആയുധം കർണങ്ങൾ 10,000 ചെവികൾ എനിക്ക് നൽകിയാലും ഏഷ മേ വര, ഇതാണ് എനിക്ക് വരം. അതായത് മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നിനെയും ഒരിക്കൽ പോലും ഞാൻ അങ്ങ് ഉദ്ദേശിക്കുന്ന ഒരു വരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സജ്ജനങ്ങളുടെ ഹൃദയാന്തർഭാഗത്തു നിന്നും പുറപ്പെട്ട് അവരുടെ വായിൽ കൂടി ഒഴുകിയെത്തുന്ന അങ്ങയുടെ ഭജനാമൃതമുണ്ട്, അങ്ങയുടെ കീർത്തനങ്ങളുണ്ട്, അങ്ങയുടെ സത്കഥകളുണ്ട്. അത് അങ്ങയുടെ ചരണാംബുജത്തിൻ്റെ ആസവമാണ്. ആ കഥകൾ അങ്ങയുടെ പാദപങ്കജത്തിൻ്റെ സേവിക്കാൻ പറ്റിയ രസമാണ്. അതില്ലെങ്കിൽ, അത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അത് കേൾക്കാൻ പാകത്തിന് എനിക്ക് 1000ഓളം ചെവികൾ തന്നോളൂ. ഇതാണ് ഞാൻ വരം ചോദിക്കാൻ പോവാ. ഒരിക്കലും ആരും ചോദിക്കാത്തൊരു വരം. ഭഗവത് കഥകൾ കേൾക്കാൻ എൻ്റെ ചെവികളെ സന്നദ്ധമാക്കണമേ എന്നൊരു വരം മാത്രം. നമ്മൾ ഇത് ചോദിക്കാറില്ല, പക്ഷെ പലപ്പോഴും വിചാരിക്കാറുണ്ട് കേൾക്കാൻ പറ്റാറില്ല, ഇന്ന് പോയില്ല, ഇന്ന് കേൾക്കണ്ടെന്ന് വിചാരിച്ചു, ഇന്ന് അവിടെ പാരായണമുണ്ട്, കഥയുണ്ട്, ഇന്ന് പോകാൻ പറ്റിയില്ല, വീട്ടിലെ ആൾക്കാർ വന്നു, ഫോൺ വന്നു, എന്തോ തിരക്കായി മാറ്റി വെച്ചു. ഇതുണ്ടാവാതിരിക്കാനാണ് വരം ചോദിക്കേണ്ടത്. കാരണം അത് നമ്മൾ വിചാരിക്കുന്നതല്ല, ബാക്കിയൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാം. ഇതൊക്കെ യാദൃശ്യമായിട്ട് വന്നു ചേരുന്ന, അങ്ങനെയുള്ള ഒരാപത്തും വരാതെ എനിക്ക് ഭഗവത് കഥ കേൾക്കാൻ സാധിക്കണം. നമ്മളൊക്കെ ചോദിക്കേണ്ട ഒരു വരമാണ്. കാരണം നമ്മൾ നിസാര കാരണങ്ങൾ കൊണ്ട്, തടസ്സം കൊണ്ട് ഇത് മാറ്റി, നാളെയാട്ട്, പിന്നാട്ട്, ഇനിയുണ്ടല്ലോ അടുത്ത വർഷം പ്രത്താഹം വീണ്ടും വരും, പോകാൻ കേൾക്കാം. ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ഇദ്ദേഹം ചോദിക്കുന്ന ഒരു വരമാണ്. ഈ കർണപീയൂഷാമൃതം സേവിക്കാൻ പാകത്തിന് ഒരു ചെവി പോരാ, 1000 ചെവികൾ എനിക്ക് തന്നോളൂ. ഇതാണ് ഞാൻ വരമായി വരിക്കുന്നത്. ന കാമയേ നാഥ തദപ്യഹം ക്വചൻ ന യത്ര യുഷ്മച്ചരണംബുജാഭവ മഹത്തമ അന്തർഹൃദയാൻ മുഖച്യുതോ വിധൽസ്വ കർണായുധം ഏഷമേ വരാം. സൗത്തമശ്ലോകമ മഹന്മുഖച്യുതോ ഭവത്പദാംഭോജസുധാകണാനില സ്മൃതിം പുനർ വിസ്മൃതതത്വവർത്തനാം കുയോഗിനാം നോ വിതരത്യലം വരൈഹി. ഉത്തമ ശ്ലോക സംബോധനയാണ്. ഉത്തമന്മാരാൽ സ്തുതിക്കപ്പെടുന്നവനായ ഹേ ഭഗവൻ, മഹൻ മുഖച്യുതോ, മഹത്തുക്കളായ ആൾക്കാരുടെ മുഖത്തു നിന്നും ഒഴുകിയെത്തുന്ന മഹൻ മുഖച്യുതോ, സജ്ജനങ്ങളുടെ മുഖത്തു നിന്നും ഒഴുകിയെത്തുന്ന സഭവത് പദാംബോജ സുധാകണ അനില, അങ്ങയുടെ പാദങ്ങളാകുന്ന താമരയിൽ നിന്നും അമൃതോട് കൂടിച്ചേർന്ന് ഒഴുകി വരുന്ന ആ കാറ്റ്,
ഭവത് പദാംബോജ ഫുധാകണ അനില. അങ്ങയുടെ പദാംബോജം കാൽത്താമരകൾ, അതിൽ നിന്നുള്ള ഫുധയുടെ കണം, അതിൻ്റെ ഒരു ലേശം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റ്, അനിലഹ. വിസ്മൃത തത്വവർത്തനാം, തത്വവർത്തമ അറിയാതെ പോയവർക്ക്, തത്വത്തിൻ്റെ വഴി, വർത്തമ വഴി, തത്വവർത്തനാം യഥാർത്ഥമായ ജീവിതത്തിൻ്റെ തത്വം വിസ്മരിച്ചു പോയവർക്ക്, അവരാരാണ്? കുയോഗിനാം, അവർ കുയോഗികളാണ്, കുൽസിതമായ യോഗം അനുഷ്ഠിക്കുന്നവരാണ്. നല്ല യോഗികൾ അല്ല, ഫുയോഗികളല്ല, കുയോഗികളാണ്. അങ്ങനെയുള്ള കുയോഗികൾക്ക് ായ നഹ, ഞങ്ങൾക്ക് പുനഃസ്മൃതിം വിതരതി, വീണ്ടും ഓർമ്മ തരുന്നു, വരൈഹി അലം, വരങ്ങൾ കൊണ്ട് ഇത്ര മാത്രം മതി. വിഷയാസക്തി കൊണ്ട് അങ്ങയുടെ തത്വം അറിയാതെ, അങ്ങയുടെ പരമമായ പ്രേമത്തിന് പാത്രീഭവിക്കാതെ, അങ്ങയുടെ ഭക്തന്മാരുടെ മുഖത്തു നിന്നും ഒഴുകിയെത്തുന്ന അങ്ങയുടെ പാതാരവിന്ദത്തിൻ്റെ അമൃതത്തിൻ്റെ ലേശത്തിൻ്റെ കാറ്റുപോലും ഏൽക്കാൻ കഴിയാത്തവർ, അങ്ങനെ ആക്കരുത് എന്നെ. ആ കഥ കേൾക്കാനുള്ള ഒരാസക്തി എന്നിലുണ്ടാകണം. മറ്റു വരം കൊണ്ട് ഒരു ഫലവുമില്ല. വരൈഹി അലം, വരങ്ങൾ മതി എന്നർത്ഥം. ഇനി വേറെ വരങ്ങൾ എനിക്ക് വേണ്ട, ഇത്രയേ വേണ്ടൂ എന്ന്. ഈ വരങ്ങൾ ഇനി ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഭഗവത് കഥ കേൾക്കാനുള്ള ഒരു ശ്രദ്ധ എനിക്കുണ്ടായാൽ മാത്രം മതി. നോക്കൂ, അടുത്ത വരം ഇതാണ്. വരമായിട്ട് ചോദിക്കല്ല, നമ്മൾക്ക് അതിലുള്ള ശ്രദ്ധ കുറവാണ്. നമ്മുടെ ശ്രദ്ധ ഭൗതിക വിഷയങ്ങൾ ധാരാളമാണ്. ഈശ്വരകഥ കേൾക്കാനുള്ള ശ്രദ്ധ മറ്റൊന്നും ഇല്ലെങ്കിൽ, എന്നാൽ ഇനി ഇത്തിരി സമയം ആയിക്കോട്ടെ, വേറെ തിരക്കൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇത്തിരി ഭാഗവതമോ ഇത്തിരി ഭഗവത്ഗീതയൊക്കെ കേൾക്കാം, വായിക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ മറ്റു വിഷയങ്ങളിലേക്കാണ്. അങ്ങനെ പോവരുത്. അടുത്ത വരം ഇതാണ്. അത്ര വിദഗ്ധമായ വരങ്ങളിലേക്കാണ് ഈ പൃഥു നമ്മളെ കൊണ്ടുപോകുന്നത്. പൃഥുവിന് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടിയാണ്. ഉത്തമശ്ലോകമഹന്മുഖച്യുതോ ഭവത്പദാംബോജഫുധാകണ അനില സ്മൃതിം പുനർ വിസ്മൃതതത്വവർത്തനാം കുയോഗിനാം നോ വിതരത്യലം വരൈഹിം. യശശിവം ഫുശ്രവ ആര്യഭംഗമേ യദൃച്ഛയാ ചോപശൃണോതി തേ ഭഗത് കഥം ഗുണജ്ഞോ വിരമേദ്വിനാ പശും ശ്രീയത് പ്രവവ്രേ ഗുണസംഗ്രഹേച്ഛയാം. ഹേ ഫുശ്രവ, അതും സംബോധനയാണ്. നല്ല കീർത്തിയുള്ളവനായ ഭഗവൻ, ആര്യഭംഗമേ തേ ശിവം യശഃ ഫകൃത് യദൃച്ഛയാ ഉപശൃണോതി. ആര്യന്മാരുമായിട്ടുള്ള ചേർച്ച കൊണ്ട്, സജ്ജനങ്ങളുമായിട്ടുള്ള ചേർച്ച കൊണ്ട് അങ്ങയുടെ മംഗളകരമായ ആ യശസ്സിനെ ഫകൃത് ഒരു പ്രാവശ്യം എതിർച്ഛയ യാദൃച്ഛികമായിട്ട് കേൾക്കുന്നെങ്കിൽ, സത്സംഗത്തിൽ ചെന്നിരിക്കും. അവിടെ ചെന്നിരിക്കുമ്പോൾ ആരെങ്കിലും നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോന്നാണ്, വരൂ അവിടെ പോയി നമുക്ക് വെറുതെ ഇരിക്കാൻ, ചുമ്മാതെ എന്തേലും ആട്ടെ, ഒന്നീ ഭക്ഷണം കിട്ടും, അല്ലെ ആൾക്കാരെയൊക്കെ കാണാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോകുന്ന കുറേ ആൾക്കാർ നമ്മൾ വിളിച്ചവരെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയുള്ളവർ ആര്യസംഗമേ, സജ്ജനങ്ങളുമായിട്ടുള്ള സംഗമം കൊണ്ട് അങ്ങയുടെ കീർത്തിയുള്ള യശഫ്, മംഗളകരമായ ആ യശഫ് കീർത്തി ഒറ്റ പ്രാവശ്യം എതിർച്ചയാ കേൾക്കേണ്ടി വന്നാൽ, പശും വിന ഗുണജ്ഞ കഥം വിരമേത്,
പശുവിന, പശുവിനെ കൂടാതെ എന്നുവെച്ചാൽ ഇവിടെ പശുവല്ല, പശുപ്രായമായിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്, പശുവിനെ പോലെ ആയിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയുള്ള ഗുണജ്ഞന്മാർ, ഗുണത്തെ സ്വീകരിക്കുന്നവർ കഥം വിരമേ, എങ്ങനെ വിരമിക്കും? ശ്രീഹി, ലക്ഷ്മി ദേവി ഗുണസംഗ്രഹത്തിനുള്ള ആഗ്രഹം കൊണ്ട് ശ്രദ്ധാപൂർവം ഭഗവാനെ അംഗീകരിച്ചു. നാരായണത്തിൽ പറയും, ലക്ഷ്മീ സ്ഥാപക രാമണീയക ഹൃദയവേയം പരീഷു അസ്ഥിര ഇത്യസ്മിൻ അന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ ഏ ത്വധ്യാന ഗുണ അനുകീർത്തനരഫാസക്താ ഹി ഭക്താജനാഃ തേഷു യേഷാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവദത്താദര. ലക്ഷ്മീദേവി എല്ലായിടത്തും അസ്ഥിരയാണ്. അസ്ഥിര ആവാൻ കാരണം എന്താണ്? അങ്ങയുടെ അടുത്തുനിന്ന് വിട്ടുപോകാനുള്ള ഇഷ്ടമില്ലാത്തത്. അങ്ങയുടെ ഈ സുന്ദരമായ ശരീരം കണ്ട് നുകർന്ന് കൂടിയിരിക്കാനാണ് ആഗ്രഹം. അഥവാ ഏതെങ്കിലും പോയാൽ ഓടി വേഗന്ന് വരും. പക്ഷേ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഭഗവാന്റെ സദ്ഗുണങ്ങൾ ആരെങ്കിലും എവിടെങ്കിലും പാടിയാൽ അവിടെ ലക്ഷ്മി ദേവി സ്ഥിരമായിട്ടിരിക്കും. ലോകത്തിൽ അങ്ങനെയാണല്ലോ, ദൈതപ്രസ്താവദത്താദര. ഭർത്താവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഏത് ഭാര്യയ്ക്ക് ആഗ്രഹമില്ലാത്തത്? കുറ്റം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എല്ലാ ജോലിയും മാറ്റി വെച്ച് മെനക്കെട്ട് അവിടെ നിന്ന് അത് മുഴുവൻ കേട്ടിട്ട് പോകും. അടുപ്പയിൽ ഏതെങ്കിലും വെച്ചത് കരിഞ്ഞു പോയാലും വേണ്ടില്ല, ഇത് മുഴുവൻ കേട്ടിട്ടേ പോകുള്ളൂ. ദൈതപ്രസ്താവദത്താദര, അത് ലോകത്തിലെ ഒരു നീതിയാണ്. ഇതുപോലെയാണ് ലക്ഷ്മി ദേവി അങ്ങയുടെ കഥ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അവിടെ നിന്ന് മുഴുവൻ കേട്ടിട്ടേ പോവുള്ളൂ. അപ്പൊ എന്താണ്, ദേവീക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭാഗവതത്തെ പാരായണം ചെയ്താൽ അവിടെ തീർച്ചയായിട്ടും 7 ദിവസം ഭഗവതി ഉണ്ടാവും. കാരണം ഇത് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. ബാക്കിയുള്ളതൊക്കെ ആസ്ഥിര. അതുപോലെ ഈ ലക്ഷ്മി ദേവിക്ക് എന്താണ്, അങ്ങയുടെ ഗുണങ്ങളെ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങയെ തന്നെ വരിച്ച് കൂടെ മാറാതിരിക്കാൻ കാരണം. അതുകൊണ്ട് കഥാശ്രവണം കൊണ്ട് സാധിക്കാത്ത ഒരു പുരുഷാർത്ഥവുമില്ല. പുരുഷാർത്ഥത്തിൻ്റെ അന്തിമലക്ഷ്യമായ മോക്ഷം എത്തുന്നതും ഈ കഥാശ്രവണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കഥാശ്രവണത്തിലുള്ള അവസരം ഉണ്ടാക്കി തന്നാൽ മാത്രം മതി. അങ്ങയുടെ ഈ മംഗളകരമായ കഥ സജ്ജനങ്ങളിൽ നിന്നും എനിക്ക് കേൾക്കാൻ പറ്റണം. ഒരിക്കലും ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാൻ പറ്റണം. അങ്ങനെ കേൾക്കാൻ പറ്റിയാൽ പശുപ്രായരായ ആരാണ് അതിൽ നിന്ന് വിരമിച്ചു പോവുക? ആരും പോകില്ല. പശുപ്രായരായിട്ടാണ് കയറി ചെല്ലുന്നത്. പക്ഷെ ഇത് കേട്ട് കുറച്ച് സമയം കേട്ട് കഴിയുമ്പോൾ ഇത് കൊള്ളാമല്ലോ, അവിടെ നിന്ന് കുറേ സമയം കേൾക്കും. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ആർക്കും പറ്റാറില്ല. ഇതൊക്കെയാണ് എനിക്ക് വരമായിട്ട് വേണ്ടത്. മറ്റൊരു വരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. യശശിവം ശുശ്രവ ആര്യഭംഗമേ യദൃച്ഛയാ ചോപശൃണോതി തേ ഭഗത് കഥം ഗുണജ്ഞോ വിരമേദ്വിനാ പശും ശ്രീയത് പ്രവവ്രേ ഗുണസംഗ്രഹേച്ഛയാം അഥാ ഭജേ ത്വാഖിലപൂരുഷോത്തമം ഗുണാലയം പത്മകരേവലാലസാം അപ്യാവയോരേകപതിസ്പൃഥോ കലിർനഫ്യാൻ കൃതത്വച്ചരണൈകതാനയോഹും. അതുകൊണ്ട് ഗുണാലയം അഖില പുരുഷോത്തമം ത്വാം, എല്ലാ ഗുണങ്ങൾക്കും ഇരിപ്പിടമായി സകല പുരുഷന്മാരിൽ വെച്ച് ഉത്തമനായ അങ്ങയെ തന്നെ പത്മാകരായിവ, ലക്ഷ്മിയെപ്പോലെ, പത്മാകര ലക്ഷ്മി, ലക്ഷ്മിയെപ്പോലെ ലാലസഹ ആഭജെ, വീണ്ടും വീണ്ടും ഞാൻ ഭജിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റണം. ലക്ഷ്മി ദേവിയെ പോലെ അങ്ങയുടെ കഥ എവിടെ കേട്ടാലും ബാക്കി എല്ലാ ജോലിയും ഇട്ടെറിഞ്ഞ് മതിമറന്ന കഥ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റണം. ഇതൊരു വരമാണ്. നോക്കൂ, നമുക്ക് എന്ത് വരം ചോദിക്കാനുണ്ട്? നമ്മൾ വിചാരിച്ചതൊന്നും വരമല്ല. ബാക്കി ഓരോ ആവശ്യങ്ങളിൽ ലിഫ്റ്റ് എഴുതി വെച്ചിട്ട് അത് ചോദിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഇരുന്നത്. അപ്പോഴാണ് പൃഥു സ്വന്തം ചരിത്രം കൊണ്ട് കാണിച്ചു തരികയാണ്,
ഇതൊക്കെയാണ് ഇതിനാണ് നമുക്ക് കിട്ടാൻ വിഷമം. കിട്ടാൻ വിഷമമുള്ളല്ലേ വരമായിട്ട് ചോദിക്കേണ്ടത്. ബാക്കിയൊക്കെ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കിട്ടും. ഭാര്യയെ വേണമെന്ന് വെച്ചാൽ കിട്ടും, പക്ഷേ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയും, കുറച്ച് നാൾ കഴിയുന്നേ ഉള്ളൂ, കിട്ടും. മക്കളുണ്ടാകണമെന്ന് വെച്ചാൽ അന്നേരം ഉണ്ടായിരുന്നു തരും, പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ധനം വേണമെന്ന് വെച്ചാൽ അന്നേരം കിട്ടുക, കുറച്ച് കഴിയുമ്പോൾ കിട്ടും, പിന്നെ അത് പോകും, പിന്നെയും കിട്ടും, പിന്നെയും പോകും. ഇത് ഇത്രയേ ഉള്ളൂ. ഇതെന്തിനീ വരവായിട്ട് ചോദിക്കാൻ പോന്നേ? അതൊക്കെ സാധാരണ ആൾക്കാർ വെറുതെ ചോദിച്ചു വാങ്ങിക്കൂട്ടുന്നതാണ്. ഇതൊന്നുമല്ല അങ്ങയെപ്പോലെയുള്ള ഉത്കൃഷ്ടരായ ഒരാളെ കണ്ടാൽ ചോദിക്കേണ്ടത്. എന്തും തരാൻ കൽപ്പുള്ള ഒരു മഹാരാജാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് എനിക്കൊരു കുമ്പളങ്ങ മതി എന്ന് ചോദിക്കുന്നവരേ ഉള്ളൂ. രത്നങ്ങളും കോടിക്കണക്കിന് ധനവും തരാൻ കൽപ്പുള്ള രാജാവിൻ്റെ അടുക്ക് ചെന്ന് എന്താ വേണ്ട ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പം എനിക്കൊരു കുമ്പളങ്ങ കിട്ടിയാൽ മതി എന്ന് ചോദിക്കുന്ന പോലെയാണ്. അത്ര നിസ്സാരമാണ് ബാക്കി. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ലക്ഷ്മി ദേവിയെപ്പോലെ ലാലസനായി അങ്ങയെ ഭജിച്ചാൽ മാത്രം മതി. കൃതത്വച്ചരണൈകതാനയോ, ചെയ്യപ്പെട്ട അങ്ങയുടെ പാദത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന, അങ്ങയുടെ പാദത്തിൽ എൻ്റെ മനസ്സ് ഉറപ്പിച്ചിരിക്കുക. കൃതത്വച്ചരണൈകതാന, അങ്ങനെയുള്ള ഏകപതിസ്പൃഥോഹു, ഒറ്റ പതിയേ ഉള്ളൂ എനിക്ക്, ഒറ്റ രക്ഷിതാവേ ഉള്ളൂ. ആരാണ്? അങ്ങ് മാത്രം. ബാക്കിയുള്ളവരൊക്കെ ചതിക്കാം, രക്ഷിക്കും എന്നുള്ള പേരിൽ. അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും ബന്ധുക്കളായാലും ആരായാലും ഇവരാരും പതിയല്ല. പിന്നെ ആരാണ്? അങ്ങ് മാത്രമാണ് പതിയായിട്ടുള്ളത്. ഏകപതി സ്പൃഥോ, അത് ആഗ്രഹിക്കുന്നവരായിട്ട്. ആവയോഹു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കലിഹിന്ന സ്യാദ്, കലി ഉണ്ടാവാതിരിക്കണം. ലക്ഷ്മി ദേവിക്കും ഉണ്ടാവില്ല, എനിക്കും ഉണ്ടാവില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരാണ്. അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ പോലെ ആവാൻ ഒരു വരം കിട്ടിയാൽ മാത്രം മതി. കഥ കേൾക്കാനുള്ള ആഗ്രഹം. അഥാ ഭജേ ത്വാഖില പുരുഷോത്തമം ഗുണാലയം പത്മകരേവലാലഭാം അപ്യാവയോരേകപതിസ്പൃഥോ കലിർ നസ്യാൻ കൃതത്വച്ചരണൈകതാനയോ. ജഗജ്ജനന്യം ജഗദീശ വൈശഫം സ്യാദേവ യത്കർമ്മണി ന സമീഹിതം കരോതി ഭൽഗ്വ അപ്യുരുദീനവത്സല സ്വയവധിഷ്ണേഭിരതസ്യ കിം തയാം. യത്കർമ്മണി നഃ സമീഹിതം, ഹേ ജഗദീശ, യത്കർമ്മണി നഃ സമീഹിതം, യാതൊരു കർമ്മത്തിലാണോ ഞങ്ങളുടെ ആഗ്രഹം ഇരിക്കുന്നത്, സമീഹിതം ആഗ്രഹം, അത് ജഗജ്ജനന്യാം, ജഗത്തിൻ്റെ ജനനിയായിരിക്കുന്ന ആ ജഗദംബികയിൽ വൈശഫം സ്യാത്, വിരോധമായിട്ട് ഭവിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ധീരവത്സലനായ അങ്ങ്, ധീരവത്സല ഭവാൻ ഭൽഗു അപി, നിസ്സാരമാണെങ്കിൽ പോലും ഉരു കരോതി, അതിനെ വലുതാക്കി ചെയ്യുന്നു, ഉരുവാക്കി ചെയ്യുന്നു. സ്വേധിഷ്ണിയേവ, സ്വന്തം ഇരിപ്പിടത്തിൽ തന്നെ അഭിരതസ്യ, രമിക്കുന്ന അങ്ങേക്ക് തയാക്കിം, അവളെ കൊണ്ടെന്ന് ഫലം. ലക്ഷ്മി ഭഗവതി അങ്ങയെ ആരാധിക്കുന്നത് ലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ്, ഭഗവാന് വേണ്ടിയിട്ടല്ല. ലക്ഷ്മി ദേവി ഇങ്ങനെ തന്നെ കൂടിയിരുന്ന് തന്നെ ഭജിച്ചപ്പോഴിരുന്നോണം ഒന്നും ആർക്കും ആഗ്രഹമില്ല, ഭഗവാനില്ല. ഇതാരുടെ ആഗ്രഹമാണ്? ലക്ഷ്മിയുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് യാതൊരു കർമ്മത്തിലാണോ, ഏത് അങ്ങയെ സേവിക്കുക എന്നുള്ള ഏകകർമ്മത്തിൽ, യത് കർമ്മണി നഹ സമീഹിതം, ഞങ്ങളുടെ ആഗ്രഹം, അങ്ങയെ സേവിക്കണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം, അത് ഒരു പക്ഷെങ്കിൽ ലക്ഷ്മി ദേവിക്ക് അല്പം വിരോധം ഉണ്ടാക്കിയേക്കും. കാരണം എന്താണ്? എൻ്റെ ഭർത്താവിനെ തന്നെ ഇതാ ഇവരെല്ലാം കാമിക്കുന്നു എന്ന് ഉണ്ടാക്കിയേക്കാം. ഉണ്ടായാലും ആവില്ല. ദീനവത്സലനായ ഭക്തവത്സലനായ അങ്ങയ്ക്ക് അതൊക്കെ നിസ്സാരമാണ്.
ലക്ഷ്മി ദേവിയുടെ ഇങ്ങനെയുള്ള വിചാരം പോലും അങ്ങേക്ക് നിസ്സാരമാണ്. അത് ഞങ്ങളൊക്കെ വലുതായിട്ട് വിചാരിക്കുമെങ്കിലും അങ്ങേക്ക് നിസ്സാരമാണ്. ഫൽഗു അപി ഉരു കരോതി സ്വേധിഷ്ണിയേവ, അങ്ങയിൽ തന്നെ രമിക്കുന്ന അവളെ കൊണ്ട് അങ്ങേക്ക് എന്താ ഫലം? ഒന്നുമില്ല. അതേപോലെ ഭക്തന്മാരെ കൊണ്ട് ഭഗവാനല്ല ഫലം, ഭഗവാനെ കൊണ്ട് ഭക്തന്മാർക്കാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഭഗവത് ഭക്തി മാത്രം വരിച്ചാൽ മതി. ലക്ഷ്മി ദേവിക്ക് അതുകൊണ്ട് വിരോധം ഉണ്ടാവില്ല. ഉണ്ടായാലും കുഴപ്പമില്ല. കാരണം അതിനേക്കാൾ എത്രയോ വലുതാണ് ഞങ്ങൾ അങ്ങയെ ഭജിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ചിന്ത. ജഗജ്ജനന്യം ജഗദീശ വൈശദം സ്യാദേവയത് കർമ്മണി ന സമീഹിതം കരോതി ഭൽഗ്വപ്യുരുദീനവത്സലഫയേവധിഷ്ണേഭിരതഫ്യ ചിന്തയാം ഭജന്ത്യഥത്വാമതേവ സാധവോ വിദസ്തമായ ഗുണവിഭ്രമോദയം ഭവത്പദാനുസ്മരണാദൃതേ ഫദാം നിമിത്തമന്യത് ഭഗവന്ന വിദ്മഹേ. അതഃ ഏവ, അതുകൊണ്ട് തന്നെ, സാധവഃ വ്യുദസ്തമായ ഗുണവിഭ്രമോദയം, മായാഗുണങ്ങളുടെ വിഭ്രമത്തെ ദൂരീകരിക്കുക, വ്യുദസ്തമാക്കുക, മാറ്റിക്കളയുക. വ്യുദസ്ത മായാഗുണ വിഭ്രമ ഉദയം. മായാഗുണം ഒരു വിഭ്രമമാണ്. അതിൻ്റെ ഉദയം കൊണ്ട് എന്ത് ചെയ്യണം? അതിനെ ദൂരീകരിക്കുന്ന, മാറ്റിക്കളയുന്ന ത്വാം ഭജന്തി, അങ്ങയെ ഭജിക്കുന്നു. ഭജന്ത്യഥത്വാം അതേവ സാധവ, അതുകൊണ്ട് തന്നെ ഭജനങ്ങൾ അങ്ങേ തന്നെ ഭരിക്കുന്നു. വിദസ്ത മായാഗുണ വിഭ്രമോദയം ത്വാം, അങ്ങയെ സാധവ ഭജന്തി, ഭജനങ്ങൾ ഭജിക്കുക തന്നെ ചെയ്യുന്നു. ഹേ ഭഗവൻ, അതുകൊണ്ട് ഫതാം ഭവത് പദാനുസ്മരണാത് അന്യത് ന വിദ്മഹി, സജ്ജനങ്ങൾക്ക് അങ്ങയുടെ പദാനുസ്മരണ അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. മറ്റൊരു കാരണവും ഞങ്ങൾക്കറിയില്ല. സാധുക്കളായ ഞങ്ങൾക്ക് അങ്ങയിലെ സ്മരിക്കൽ എന്നുള്ളത് മരണം വരെയും വിട്ടുപോവാതിരിക്കണം. അതിനാണ് ഒരു വരം. ഭഗവാനെ സ്മരിക്കാൻ പുറപ്പെട്ടാൽ അത് ചിലപ്പോൾ അന്തിമം വരെ കൊണ്ടുള്ളൊന്നില്ല. ഇടയ്ക്കൊക്കെ വിട്ടുപോകാം, മാറിപ്പോകാം, നീങ്ങിപ്പോകാം. അങ്ങനെ ഉണ്ടാവരുത്. മരണസമയം വരെയും അങ്ങയെ സ്മരിച്ചു കൊണ്ടിരിക്കാനുള്ളൊരു അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തന്മാർ. അങ്ങനെയുള്ള ആ ഭക്തന്മാരാണ് അങ്ങയുടെ ബന്ധുക്കൾ. അതുകൊണ്ട് അങ്ങയിൽ നിരന്തരമായ ഭക്തി ഉണ്ടാകണം. അതൊഴിച്ചു മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉപസംഹരിക്കാൻ നേരം ഭഗവത് ഭക്തി മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് പൃഥു ഉപസംഹരിക്കാം. ഭജന്ത്യഥത്വാമതേവ സാധവോ വ്യുദസ്തമായ ഗുണവിഭ്രമോദയം ഭവത്പദാനുസ്മരണാദൃതേ ഫതം നിമിത്തമന്യത് ഭഗവൻ ന വിദ്മഹേ. ഇനിയും ഇന്ന് നമ്മളെടുത്ത ശ്ലോകം 30-ാമത്തെ ശ്ലോകം വരെയായി. ഇനിയും അടുത്ത 31 പ്രവേശിക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയത് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. തന്മായയാദ്ധാജനൈഷഖണ്ഡിതോ യദന്യദാ ശാസ്ത ഹൃതാത്മനോ ബുധാം യഥാചരേത് ബാലഹിതം പിതാ സ്വയം തഥാ ത്വമേവാർഹസി നഃ സമീഹിതും. ത്വന്മായയാ അദ്ധ, അങ്ങയുടെ മായ കൊണ്ട്, അദ്ധ എന്ന് വെച്ചാൽ ഉറപ്പാണെന്നർത്ഥം, തീർച്ചയാണ്. ജനഃ ഈശ ഖണ്ഡിത, അങ്ങയുടെ മായ കൊണ്ട് തന്നെ ജനങ്ങൾ ഖണ്ഡിത, ഖണ്ഡിക്കപ്പെട്ടവരാണ്. അത് ഉറപ്പാണ്. ത്വന്മായയാ ജനഃ ഖണ്ഡിത, അങ്ങയുടെ മായ കൊണ്ട് ജനങ്ങൾ
അതിൽ മോഹിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇത് അന്യദാശാസ്ത, അന്യത് യത് ആശാസ്ത. അങ്ങയിൽ നിന്നും മറ്റെന്താണ് ആഗ്രഹിക്കുക? ഋത ആത്മനോ അബുധ, ഋത ആത്മനഃ. ഋതം എന്ന വാക്കിന്റെ അർത്ഥം സത്യം എന്നാണ്. സത്യം വെച്ചാൽ അനുഭവിച്ചറിയുന്ന സത്യം, അതാണ് ഋതം. എല്ലാ സത്യവും ഋതമല്ല. ഏത് സത്യത്തെയാണോ ജീവിതത്തിൽ അനുഭവമാക്കി മാറ്റുന്നത് അതിൻ്റെ പേരാണ് ഋതം എന്ന്. ഋതാത്മനഃ, ആത്മസ്വരൂപത്തെ സത്യമായും അനുഭവിച്ചറിഞ്ഞവർ, അതാണ് ഋതാത്മാക്കൾ. സത്യാത്മാക്കളല്ല, ഋതാത്മാക്കൾ. ഋതാത്മനഃ, ഋതാത്മാക്കൾ ഏത് അന്യദാശാസ്തി, വേറെ എന്താ അവരാഗ്രഹിക്കുന്നത്? അങ്ങയിൽ നിന്നും സത്യസ്വരൂപരായിരിക്കുന്ന ആത്മസ്വരൂപത്തെ അനുഭവിച്ചിരിക്കുന്നവർ മറ്റൊന്നും ആഗ്രഹിക്കത്തില്ല. ഇനിയും ആരാണ്? അബുധന്മാരായ ജനങ്ങളാണ് മായ കൊണ്ട് ഖണ്ഡിതന്മാരാകുന്നത്. അബുധ ജനഃ മായയാ ഖണ്ഡിത യഥാ ചരേത് ബാലഹിതം പിതാ സ്വയം. അതിന് ഉദാഹരണം പറയുകയാണ്. എപ്രകാരമാണോ ബാലന്റെ ഹിതത്തെ സ്വയമായിട്ട് ആചരിക്കുന്നത് ഒരു പിതാവ് എപ്രകാരമാണോ, അപ്രകാരം ത്വമേവ, അങ്ങയെ തന്നെ നഹ സമീഹിതും, ഞങ്ങളുടെ നേരെ പ്രവർത്തിപ്പിക്കുവാൻ അങ്ങ് അർഹിക്കുന്നു. പിതാവ് എപ്രകാരമാണോ പുത്രനെ സംരക്ഷിക്കുന്നത് അതുപോലെ, കാരണം പിതാവിൻ്റെ കടമയാണ് പുത്രനെ സംരക്ഷിക്കൽ. പുത്രൻ വഴിവിട്ടു പോവാതെ, കൈവിട്ടു പോവാതെ പുത്രനെ അങ്ങോട്ട് കടന്നു പിടിച്ച് കൂടെ നിർത്തേണ്ട ബാധ്യത പിതാവിനാണ്. അതുപോലെ ഞങ്ങളെയും കൂടെ നിർത്തി കൊണ്ടുപോകേണ്ട ബാധ്യത അങ്ങേക്കുണ്ട്. അതുകൊണ്ട് അത്രത്തോളം ശക്തിയുള്ള അങ്ങ് മായാശക്തി കൊണ്ട് ആത്മസ്വരൂപം തിരിച്ചറിയാതെ വിഷമിക്കുന്ന ഞങ്ങളെ അതിൽ നിന്നും കരകയറ്റി ആത്മബോധത്തിലേക്ക് നയിക്കേണ്ട ബാധ്യത അങ്ങേക്കാണ്. പുത്രന്മാരെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും നല്ലതിലേക്ക് തിരിച്ചുവിടുന്ന പിതാവിനെ പോലെ. യഥാ ചരേത് ബാലഹിതം പിതാ സ്വയം തഥാ ത്വമേവാർഹസി ന സമീപിതും. അങ്ങ് ഞങ്ങളെ വേണ്ട വിധത്തിൽ സമീഹിതും നോക്കി രക്ഷിക്കുന്നതിന് അർഹിക്കുന്നവനാണ്. അപ്പം ഞങ്ങളെ വേണ്ട പോലെ പരിപാലിക്കുക. ഇപ്പം നോക്കുക എന്ന വാക്കിനെ രക്ഷിക്കുക എന്നർത്ഥം. കുഞ്ഞുങ്ങളെ നോക്കുക, പുത്രനെ നോക്കുക, അമ്മയെ നോക്കുക, അച്ഛനെ നോക്കുക, അച്ഛൻ കണ്ടിട്ട് പോരുക എന്നല്ല. പിന്നെന്താണ്? ശുശ്രൂഷിക്കുന്നതിന്. അതിന് നമ്മൾ പറയുന്നൊരു വാക്കാണ് അച്ഛനെ നോക്കണമെന്ന് വെച്ചാൽ ദൂരെ ഒന്ന് നോക്കിയിട്ട് പോയാൽ മതിയോ? അല്ല. അതുപോലെയാണ് സമീഹിതും, നോക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ നോക്കി രക്ഷിക്കുന്നതിന് വേണ്ടി. ത്വം അർഹസി, അങ്ങ് അർഹിക്കുന്നവരാണ്. ഏതുപോലെ പുത്രനെ പിതാവ് രക്ഷിക്കുന്നത് പോലെ. ഇത് ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ന പിതേവ ശാഫി, പിതാവിനെ പോലെ ഹേ അഗ്നേ, ഒരു പിതാവ് പുത്രനെ രക്ഷിക്കുന്ന പോലെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്നു എന്നവിടെ പറയുന്നുണ്ട്. ആശയം അതുപോലെ എടുത്തിട്ടാണ് ബാലഹിതം പിതാ സ്വയം യഥാചരേത് തഥാ ത്വം നഹ സമീഹിതും അർഹസി. അതുപോലെ അങ്ങ് ഞങ്ങൾ രക്ഷിക്കാൻ അർഹിക്കുന്നവനാണ്. അതുകൊണ്ട് അങ്ങയിൽ നിന്നും വിഷയത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട്
ഞങ്ങളെ രക്ഷിക്കേണ്ടത് അങ്ങയുടെ ബാധ്യതയാണ്, വരമായിട്ട് ചോദിച്ചിട്ടില്ല. ഒരു കുട്ടികളും അച്ഛനമ്മമാരുടെ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയാറില്ല. കാരണം അവരുടെ കടമയാണത്. അങ്ങോട്ട് ചോദിച്ചു വാങ്ങേണ്ടതല്ല അത്. അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല. നമ്മൾ ഈശ്വരനോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലെന്ന്. ഈശ്വരൻ മുമ്പ് ഈശ്വര എന്നെ രക്ഷിക്കണേ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് ആരുടെ ബാധ്യതയാണ്? ഈശ്വരൻ്റെ. ഒരു മക്കളും അച്ഛൻ്റെ അമ്മയിലൊക്കെ ചെന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറയാറില്ല. കാരണം ഇത് അച്ഛൻ്റെയും അമ്മയുടെയും ബാധ്യതയാണ്, കടമയാണ്. അവരിത് ചെയ്യും. ഇതുപോലെ ഞങ്ങളെ രക്ഷിക്കുന്ന കടമ അങ്ങേക്കുണ്ട്. അതൊന്നും വരമായിട്ട് ചോദിക്കുന്ന ആവശ്യമില്ല. ഏതെങ്കിലും മക്കൾ അച്ഛനും അമ്മയൊക്കെ ചെന്ന് വരം ചോദിക്കുമോ? ഇല്ല. ഇതൊന്നുമില്ലാതെ തന്നെ അങ്ങ് ഞങ്ങളെ വേണ്ട വിധത്തിൽ നോക്കി നയിച്ചു കൊണ്ടുപോകേണ്ടവനാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. തന്മായയാഥാജനൈഷഖണ്ഡിതോ യദന്യദാശാസ്ത വൃതാത്മനോ ബുധാം യഥാചരേത് ബാലഹിതം പിതാഫ്വയം തഥാ ത്വമേവ അർഹസി നഫമേഹിതും യത് കൃതാത്മനഃ അന്യത് ആശാസ്തേ അബുധാ ജനഃ ത്വന്മായയാ ഖണ്ഡിതഃ അദ്ധാ ഹേ ഈശാ പിതാ ബാലഹിതം തഥാ സ്വയം ആചരേത് തഥാ ത്വം ഏവ ന ഫമീഹിതും അർഹസി. തന്മായയാഥാ ജനൈഷഖണ്ഡിതോ യദന്യദാ ശാസ്ത്രകൃതാത്മനോ ബുധാ യഥാചരേത് ബാലഹിതം പിതാഫ്വയം തഥാ ത്വമേവ അർഹസി ന ഫമീഹിതും. ത്വന്മായയാഥാജനൈഷഖണ്ഡിതോ യദന്യദാ ശാസ്ത്രകൃതാത്മനോ ബുധാം യഥാചരേത് ബാലഹിതം പിതാഫ്വയം തഥാ ത്വമേവ അർഹസി ന ഫമീഹിതും. ഇത്രയും പറഞ്ഞ് പൃഥു ഉപസംഹരിക്കലാണ്. ഇനിയും എനിക്കൊന്നും ചോദിക്കാനില്ല, അങ്ങ് വരം ചോദിച്ചോളൂ എന്നുള്ള മറുപടിയായിട്ട് ഇത്രയാണ് പൃഥു ആവശ്യപ്പെടുന്നത്. ഈ എന്താണ് എന്നെ രക്ഷിക്കുക എന്നുള്ളത് അങ്ങയുടെ ബാധ്യതയാണ്, വരമായിട്ട് ചോദിച്ചിട്ടല്ല. അത് ചെയ്തോളൂ, ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മൈത്രേയൻ കയറി ഈ കഥ ഉപസംഹരിക്കാം. ഇത്യാദിരാജേന നുതഫ വിശ്വതമാഹരാജന്മയി ഭക്തിരസ്തുതേ ദിഷ്ടേദൃശീധീർമയി തേ കൃതായയാം മായം മദീയം തരതി സ്മ ദുസ്ത്യജം. ഇതി ആദിരാജേന, ഇങ്ങനെ ആദിരാജാവായ ഈ പൃഥുവിനാൽ നുതഹ സ്തുതിക്കപ്പെട്ടവനായ ഫഹ വിശ്വദൃക്, ആ ഭഗവാൻ, വിശ്വത്തെ മുഴുവനും കാണുന്നവനായ വിശ്വസാക്ഷിയായ ഭഗവാൻ, തം ആഹ, അവനോട് പറഞ്ഞു, രാജൻ മൈ ഭക്തിരസ്തുതേ, ഹേ രാജാവേ, നിനക്ക് എന്നിൽ ഭക്തി ഉണ്ടാവട്ടെ. അത്രയല്ലോട് ചോദിച്ചത്, അങ്ങനെ തന്നെ വരം കൊടുക്കുക. തം ആഹ, അവനോട് പറഞ്ഞു, ഹേ രാജൻ, അല്ലേ രാജാവേ, മൈ ഭക്തി ഹി തേ അസ്തു, നിനക്ക് എന്നിൽ ഭക്തി ഉണ്ടാവട്ടെ. ദിഷ്ട്യ ഈദൃശി, ദിഷ്ടീദൃശി, ദിഷ്ട്യ ഈദൃശി, ദൃഷ്ടാന്തത്തിൽ ഭാഗ്യം കൊണ്ട്, ഈദൃശി ഇപ്രകാരമുള്ള, ദിഷ്ട്യ ഈദൃശി ധീഹി ബുദ്ധി, നിനക്ക് ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധി ഉണ്ടാവാൻ കാരണം. സാറിന് ആർക്കും ഉണ്ടാവാറില്ലല്ലോ. സാറിന് മറ്റ് വിഷയങ്ങളിലേക്കാണ് ബുദ്ധി വ്യാപരിക്കുക. ദിഷ്ട്യ ഈദൃശി ധീഹി മൈ തേ കൃത, നീ എന്നിലേക്ക് ചെയ്തുവല്ലോ, യയാ യാതൊന്നുകൊണ്ട്, മായാം മദീയാം, എൻ്റേതായ മായയെ തരതിസ്മ, നീ തരണം ചെയ്യുന്നേയും, ദുസ്ത്യജാം മദീയാം മായ, മറികടക്കാൻ വിഷമമുള്ള എൻ്റെ മായയെ നീ തരണം ചെയ്യുക തന്നെ ചെയ്യും. നോക്കൂ, അടുത്തൊരു വരം. മായയെ തരണം ചെയ്യാൻ നിനക്ക് കഴിയും എന്ന്. നമുക്ക് പറ്റാത്തൊറ്റ വിഷയം അതാണ്. എത്രയൊക്കെ ആയാലും മായയിലകപ്പെടും. എത്രയൊക്കെ ഭാഗവതം വായിച്ചാലും പഠിച്ചാലും എന്തൊക്കെ ആയാലും ഇവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ
ഈ മായയിൽ വീണ്ടും അകപ്പെട്ട് കറങ്ങി തരിക തന്നെ ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാറില്ല. അപ്പോഴാണ് പറഞ്ഞത്, ഇതിനാണ് ഭഗവത് ഭജനം കൊണ്ട് നേടേണ്ട വരം. ഈ മായ എന്നെ ബാധിക്കാതിരിക്കണം, അങ്ങനെ ആകട്ടെ. എന്നിൽ ഭക്തി ഉണ്ടാവണം, അങ്ങനെ ആവട്ടെ. ഈ രണ്ടു വരമാണ് ഭഗവാൻ പൃഥുവിന് കൊടുത്തതും പൃഥു വാങ്ങിയതും. ഇത്യാദിരാജേന നുതഫ വിശ്വദൃക് തമാഹരാജൻ മയി ഭക്തിരസ്തുതേ ദിഷ്ടേദൃശീ ധീർമയിതേ കൃതായ മായം മദീയം തരതി സ്മതുസ്ത്യജം. ഇതി ആദിരാജേന നുതഫ വിശ്വദൃക് തം ആഹാം രാജൻ തേ മയി ഭക്തി അസ്തു മയി ഈദൃശീ ധീഹി തേ കൃതാം ദിഷ്ട്യാ യയാ ദുസ്ത്യജാം മദീയാം മായാം തരതി സ്മ. ഇത്യാദിരാജേന നുതഫ വിശ്വദൃ തമാഹരാജൻ മയി ഭക്തിരസ്തുതേ ദിഷ്ട്യേദൃശീ ധീർമയിതേ കൃതായയാ മായം മദീയം തരതി സ്മ ദുസ്ത്യജം. ഇത്യാദിരാജേന നുതഫ വിശ്വദൃ തമാഹരാജൻ മയി ഭക്തിരസ്തുതേ ദിഷ്ട്യേദൃശീ ധീർമയിതേ കൃതായയാ മായം മദീയം തരതി സ്മ ദുസ്ത്യജം. തത്വം ഗുരുമയാദിഷ്ടമപ്രമത്ത പ്രജാപതേ മദാദേശകരോ ലോക സർവത്രാപ്നോതി ശോഭനം. തത് അതുകൊണ്ട്, ത്വം അങ്ങ്. തത്വം എന്നൊറ്റ വാക്കല്ലത്, തത് ത്വം എന്ന് രണ്ട് വാക്കാണ്. നമ്മൾ കാണുമ്പോൾ തത്വം എഴുതിയിട്ടുണ്ട്, ഓ നമുക്ക് പരിചയമുള്ള തത്വമാണ് എന്ന് അറിയാൻ മേലാത്ത വസ്തു അതാണ് തത്വം. അതുകൊണ്ട് അത് തന്നെയാണെന്ന് വിചാരിക്കും. തത് ത്വം അതുകൊണ്ട് അങ്ങ്, കുരു ചെയ്യൂ, മയാ ആദിഷ്ടം എന്നാൽ ഉപദേശിക്കപ്പെട്ടതിനെ ചെയ്യൂ. മയാ ആദിഷ്ടം കുരു അപ്രമത്തഃ ഇളകി നടക്കാതെ, ഭൗതിക വിഷയങ്ങളിലേക്ക് മനസ്സ് വ്യാപരിച്ചു പോവാതെ അപ്രമത്തനായിട്ട് ഹേ പ്രജാപതേ, അല്ലയോ രാജാവേ, മയാ ആദിഷ്ടം ത്വം കുരു എന്നാൽ പറയപ്പെട്ടത് അങ്ങ് ചെയ്താലും. മത് ആദേശകര എൻ്റെ ആജ്ഞയെ ചെയ്യുന്നവർ. മത് ആദേശകരു മദാദേശകര എൻ്റെ ആദേശത്തെ നിർദ്ദേശത്തെ ചെയ്യുന്ന ലോകത്തുള്ള ജനങ്ങൾ സർവത്ര ആപ്നോതി ശോഭനം എല്ലായിടത്തും മംഗളം മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, എൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരു പ്രാണികൾക്കും ഈ ലോകത്ത് ക്ഷേമം ഉണ്ടാവാതിരിക്കില്ല. സർവത്ര ശോഭനം ആപ്നോതി എല്ലായിടത്തും ശോഭനത്തെ തന്നെ പ്രാപിക്കും. തത്വം ഗുരുമയാദിഷ്ടമപ്രമത്ത പ്രജാപതേ മദ ആദേശകരോ ലോക സർവത്ര ആപ്നോതി ശോഭനം. ഹേ പ്രജാപതേ, തത് ത്വം അപ്രമത്തഃ മയാ ആദിഷ്ടം കുരു മദാദേശകരഃ ലോകഃ സർവത്ര ശോഭനം ആപ്നോതി. തത്വം ഗുരുമയാദിഷ്ടമപ്രമത്ത പ്രജാപതേ മദാദേശകരോ ലോക സർവത്ര ആപ്നോതി ശോഭനം. തത്വം ഗുരുമയാദിഷ്ടമപ്രമത്ത പ്രജാപതേ മദാദേശകരോ ലോക സർവത്ര ആപ്നോതി ശോഭനം. നീ മൈത്രേയൻ ബാക്കി കഥ പറയാണ്. ഇത് വൈനഭ്യരാജർഷേ പ്രതിനന്ദ്യർത്ഥവദ്വചം പൂജിതോ അനുഗൃഹീത്വൈനം ഗന്ധും ചക്രച്യുതോ മതിം. ഇത് ഇങ്ങനെ വൈന്യൻ പൃഥു വേനന്റെ പുത്രൻ, വൈനഭ്യ രാജർഷേഹ് രാജർഷിയായ വേനപുത്രനായ ആ പൃഥുവിൻ്റെ അർത്ഥവത് വചഃ പ്രതിനന്ദ്യ അർത്ഥവത് വച പ്രതിനന്ദ്യ അതിനെ നന്ദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട്. എന്തിനെയാണ് അർത്ഥവത് വചഃ? പൃഥുവിൻ്റെ വാക്ക് അർത്ഥമുള്ളതാണ്. അർത്ഥം എന്ന് വെച്ചാൽ ലഭിക്കേണ്ടതേ എന്നർത്ഥം.
ലഭിക്കേണ്ടത് ലഭിക്കുന്ന വാക്കാണ് പൃഥുവിൻ്റെ വാക്ക്. ആ വാക്കുകൾ പൂജിതോ അനുഗൃഹീത്വ ഏനം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പൃഥുവിനെ അഭിനന്ദിച്ചിട്ട് പൂജിത, പൂജിക്കപ്പെട്ടവനായി, അനുഗൃഹീത്വ, അനുഗ്രഹിച്ചിട്ട്, ഏനം ഗന്തും ചക്രേ, അവനോട് പോകുന്നതിനെ, അച്യുതോ മതിം ചക്രേ, പോകുവാൻ വേണ്ടി പൃഥുചക്രവർത്തിയോട് അനുഗ്രഹിച്ചിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി ഭഗവാൻ. ഇതിവൈന്യഫിരാജർഷേ പ്രതിനന്ദ്യ അർത്ഥവദ്വചാം പൂജിതോ അനുഗൃഹീത്വൈനം ഗന്തും ചക്രച്യുതോ മതിം. രാജർഷേഹ വൈനഫ്യ അർത്ഥവത് വചഃ ഇതി പ്രതിനന്ദ്യ പൂജിതഃ അച്യുതഃ ഏനം അനുഗൃഹീത്വാ ഗന്തും മതിം ചക്രേ. ഇത് വൈനഫ്യരാജർഷേ പ്രതിനന്ദ്യ അർത്ഥവദ്വചാം പൂജിതോ അനുഗൃഹീത്വൈനം ഗന്തും ചക്രച്യുതോ മതിം. ദേവർഷിപിതൃഗന്ധർവസിദ്ധചാരണപന്നകാഹം കിന്നരഅപ്സരസോ മർത്യാ ഖഗാ ഭൂതന്യനേകശാം യജ്ഞേശ്വരധിയാ രാജ്ഞാ വാഗ്വിത്താഞ്ജലി ഭക്തിതാം സ്വഭാജിതായയുഃ സർവേ വൈകുണ്ഠാനുഗതാസ്തതഃ. ദേവന്മാര്, ഋഷിമാര്, പിതൃക്കൾ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, പന്നകന്മാർ, കിന്നരന്മാർ, അപ്സരസുകള്, മനുഷ്യർ, മർത്യാഹ, പക്ഷികൾ, ഭൂതാനി അനേകശഃ, പലവിധത്തിലുള്ള ഭൂതജാലങ്ങൾ, പ്രാണിവർഗങ്ങൾ, ഇവരെല്ലാം യജ്ഞേശ്വരധിയ, യജ്ഞേശ്വരന്റെ ബുദ്ധിക്ക് അനുസരിച്ച് ഉചിതമായ മട്ടിൽ രാജ്ഞാ, രാജാവിനാൽ വാഗ് വിത്ത അഞ്ജലി ഭക്തിതഃ, വാക്കുകൊണ്ടും വിത്തം കൊണ്ടും അഞ്ജലി കൊണ്ടും ഭക്തിപൂർവം ആരാധിച്ചിട്ട് സഭാജിത, പൂജിക്കപ്പെട്ടിട്ട്, സഭാജിത, പൂജിക്കപ്പെട്ടിട്ട്, യേയു സർവേ യേയു, എല്ലാവരും പോയി, വൈകുണ്ഠ അനുഗതാഹത്തതഃ, വൈകുണ്ഠനെ അനുഗമിച്ചുകൊണ്ട്. ഭഗവാൻ ഇങ്ങനെ പൃഥുവിനെ അഭിനന്ദിച്ച്, പൃഥുവിനാൽ പൂജിക്കപ്പെട്ട്, പൃഥുവിനെ അനുഗ്രഹിച്ച് പോകുന്നതിന് ബുദ്ധി ഉറപ്പിച്ച് യാത്ര പറയാറായപ്പോൾ ഇത്രയും പേര് വൈകുണ്ഠഗതനായ ഭഗവാനെ പിന്തുടർന്ന് കൂടെ പോയി. ഇവരൊക്കെ അവിടുന്ന് വന്നവരാണ്, അവരെല്ലാം കൂടെ പോയി. ആരൊക്കെയാണ് കൂടെ പോയത്? ദേവ, ഋഷി, പിതൃ, ഗന്ധർവ, സിദ്ധചാരണ പന്നകാഹ കിന്നര അപ്സരസോ മർത്യാ ഖഗാ ഭൂതാനി അനേകശ. ഇവരെല്ലാം വൈകുണ്ഠസ്ഥാനത്ത് നിന്നും എത്തിച്ചേർന്നവരായ ഇവരെല്ലാവരും ആ ഭഗവാന്റെ കൂടെ തന്നെ വൈകുണ്ഠലോകത്തിലേക്ക് അവർ യാത്രയായി. ദേവർഷി പിതൃഗന്ധർവ സിദ്ധചാരണപന്നകാഹം കിന്നര അപ്സരസോ മർത്യാഖഗാഭൂതന്യനേകശാം യജ്ഞേശ്വരധിയാ രാജ്ഞ വാഗ്വിത്ത അഞ്ജലിഭക്തിതാം സ്വഭാജിതായയുഃ സർവേ വൈകുണ്ഠാനുഗതസ്തതാം. ദേവ, ഋഷി, പിതൃ, ഗന്ധർവ, സിദ്ധ, ചാരണ, പന്നകാഹ കിന്നര അപ്സരസോ മർത്യാഹ ഖഗാഹ ഭൂതാനി അനേകശഃ യജ്ഞേശ്വരധിയാം രാജ്ഞാം വാഗ് വിത്ത അഞ്ജലി ഭക്തിതഃ സ്വഭാജിതഃ സർവേ വൈകുണ്ഠാനുഗതഃ തതഃ യയുഃ. ദേവർഷി വിദുഗന്ധർവ സിദ്ധചാരണപന്നകാം കിന്നര അപ്സരസോ മർത്യാ ഖഗാ ഭൂതാന്യനേകശാം യജ്ഞേശ്വരധിയാ രാജ്ഞാ വാഗ്വിത്തഞ്ജലി ഭക്തിതാം സ്വഭാജിതായയുഃ സർവേ വൈകുണ്ഠാനുഗതാസ്തതാം. ദേവർഷി പിതൃഗന്ധർവ സിദ്ധചാരണപന്നകാം കിന്നര അപ്സരസോ മർത്യാ ഖഗാ ഭൂതാന്യനേകശാം യജ്ഞേശ്വരധിയാ രാജ്ഞാ വാഗ്വിത്തഞ്ജലി ഭക്തിതാം സ്വഭാജിതായയുഃ സർവേ വൈകുണ്ഠാനുഗതാസ്തതാം. ഭഗവാനഭിരാജർഷേഃ സോപാധ്യായസ്യ ചച്യുതാം ഹരണ്യവ മനോമുഷ്യ സ്വധാമ പ്രത്യഗാത് പ്രഭു. ഭഗവാൻ അപി, ഭഗവാനും രാജർഷേഃ സോപാധ്യായസ്യ ച അച്യുതഃ,
അച്യുതനായ ഭഗവാൻ ഫോപാധ്യായഫ്യ ഉപാധ്യായന്മാരോട് കൂടിയിരിക്കുന്ന ഫോപാധ്യായഫ്യ ഉപാധ്യായന്മാർ ഋത്വിക്കുകളായി അവിടെ യജ്ഞത്തിന് കൂടെ നിന്ന ആൾക്കാർ, അവരോട് കൂടിയവരായിട്ട് ഫ ഉപാധ്യായഫ്യ ഫോപാധ്യായഫ്യ രാജർഷേഹേ രാജർഷിയുടെ ഹരന്നിവ മനോ അമുഷ്യ മനോഹരൻ ഇവ മനസ്സിനെ അപഹരിക്കുന്നത് പോലെ അമുഷ്യ ആ ഭഗവാൻ സ്വധാമ പ്രത്യഗാത് സ്വന്തം ഇരിപ്പിടത്തിലേക്ക് തിരിച്ചുപോയി എന്നർത്ഥം. ആ ഭഗവാനും അച്യുതനായ ഭഗവാൻ ഉപാധ്യായന്മാരോട് കൂടിച്ചേർന്ന് നിൽക്കുന്ന രാജർഷിയുടെ മനസ്സിനെ അപഹരിച്ചുകൊണ്ട് സ്വന്തം ധാമത്തിലേക്ക് യാത്രയായി. ഭഗവാൻ പോയപ്പോഴും ഈ രാജർഷിയുടെ മനസ്സും കൊണ്ടാണ് പോയത് എന്നർത്ഥം. അല്ലെങ്കിൽ രാജർഷിയുടെ മനസ്സിൽ എപ്പോഴും ഭഗവാൻ ഉറച്ചിരുന്നു എന്നർത്ഥം. ഭഗവാനപി രാജർഷേ സോപധ്യായഫ്യച്യുതാം ഹരന്യവ മനോമുക്ഷ്യഫുധാമ പ്രത്യഗത് പ്രഭു. അച്യുതഃ പ്രഭു ഭഗവാൻ അപി സോപാധ്യായഫ്യാം അമുഷ്യ രാജർഷേഹ മനഃ ഹരൻ ഇവ സ്വധാമ പ്രത്യഗാത്. ഭഗവാനപി രാജർഷേः സോപാധ്യായഫ്യച്യുതാം ഹരന്യവ മനോമുഷ്യ സ്വധാമ പ്രത്യഗത് പ്രഭു. ഭഗവാനപി രാജർഷേः സോപാധ്യായഫ്യച്യുതാം ഹരന്യവ മനോമുഷ്യ സ്വധാമ പ്രത്യഗത് പ്രഭു. അധിഷ്ഠായ നമസ്കൃത്യ നൃപഃ സന്ദർശിതാത്മനെ വാസുദേവായ ദേവാനം ദേവായ സ്വപുരം യയൗ. അധിഷ്ഠായ നമസ്കൃത്യ കാണാത്ത ഭഗവാനെ നമസ്കരിച്ചു, ഭഗവാൻ പോയ ദിക്കിലേക്ക് നമസ്കരിച്ചു. അധിഷ്ഠായ നമഃ സ്തുത്യഃ നൃപഃ സ്തുതിക്കപ്പെടേണ്ടവനായ അവനെ നമസ്കരിച്ചുകൊണ്ട് രാജാവ് സന്ദർശിതാത്മനെ കാണപ്പെട്ട ആത്മാവോട് കൂടിയവനായിട്ട് തൻ്റെ കണ്ണിൽ നിന്നും അപ്പുറത്തു പോയവനായ ദേവാനാം വാസുദേവായ ദേവന്മാർക്ക് പോലും വാസുദേവനായ ആ ഭഗവാനെ നമസ്കരിച്ചിട്ട് നൃപഃ സ്വപുരം യയൗ രാജാവ് സ്വന്തം പുരത്തിലേക്ക് യാത്രയായി. ഭഗവാൻ പോയി, വൈകുണ്ഠവാസികൾ കൂടെ പോയി, പൃഥുവിനെ അനുഗ്രഹിച്ചിട്ട് പോയി. ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ പോയ ദിക്കിലേക്ക് വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ ഉള്ളിൽ ഉറപ്പിച്ച് സ്മരിച്ചുകൊണ്ട് രാജർഷി തൻ്റെ രാജകൊട്ടാരത്തിലേക്കും യാത്രയായി. അധിഷ്ഠായ നമസ്കൃത്യ നൃപഃ സന്ദർശിതാത്മനെ വാസുദേവായ ദേവാനാം ദേവായ സ്വപുരം യയൗ. സന്ദർശിതാത്മനെ അധിഷ്ഠായ ദേവാനാം ദേവായ വാസുദേവായ നമസ്കൃത്യ നൃപഃ സ്വപുരം യയൗ. അധിഷ്ഠായ നമസ്കൃത്യ നൃപഃ സന്ദർശിതാത്മനെ വാസുദേവായ ദേവാനാം ദേവായ സ്വപുരം യയൗ. അധിഷ്ഠായ നമസ്കൃത്യ നൃപഃ സന്ദർശിതാത്മനെ വാസുദേവായ ദേവാനാം ദേവായ സ്വപുരം യയൗ. അങ്ങനെ 20ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വരം കൊടുത്ത് മറഞ്ഞു പോകുന്നു. ഭഗവാൻ പോയ ദിക്കിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ഭഗവാനെ കണ്ടിട്ടും തൃപ്തിയടയാത്ത മനസ്സോടെ പൃഥു സ്വന്തം രാജധാനിയിലേക്കും യാത്രയായി എന്ന് പറഞ്ഞ് വർണ്ണിച്ച് ഉപസംഹരിച്ചു. നമ്മൾ സമയം അതിക്രമിച്ചതുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കാം. അതിനുശേഷം സംശയമുള്ളവർക്ക് ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.